അപ്പൊ ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് 10,000 രൂപ കൊടുക്കാൻ വേണ്ട. ഇപ്രാവശ്യത്തെ നമ്മളുടെ മത്സരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഏറ്റവും വലിയ കാളാഞ്ചിനെ പിടിച്ചിട്ടുള്ള വേറെ ആളുണ്ട. മത്സരം വെച്ചേക്കാണ് 10,000 രൂപ. കാളാഞ്ചി ഏറ്റവും വലിയ കാളാഞ്ചിനെ പിടിച്ചിട്ടുള്ള ആൾക്ക് 10,000 രൂപ. വായൊക്കെ ഇട്ടേക്കുന്നു. അതേ നോക്കി മുട്ടയുണ്ടെന്നുണ്ട കാളാഞ്ചിൻ്റെ ഉള്ളിലേ. കാളാഞ്ചിയുടെ വയറ്റിൽ മുട്ടയുണ്ടായിരുന്നു. മുട്ട ഉള്ളതാണെങ്കിൽ നെയ്യ് ഉണ്ടാവാറില്ലെന്ന് പറയണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. പിന്നെ അത് ആ കാണുന്നത് കാളാഞ്ചിൻ്റെ ബ്ലാഡറാണ്, സ്വിം ബ്ലാഡറാണ്. കൂരി മതിയാ ചാക്കോച്ചൻ കൂട്ട് കാക്കയൊക്കെ ഉണ്ടല്ലോ. എന്തിട്ടാണ് നോക്കണത് ഇത്? അപ്പൊ ഇനി നോക്കിയിട്ടില്ല, ആ മുള്ളുള്ളോട്ടാ കണ്ണില്. ഹോട്ടലിലോട്ടുള്ളല്ലേ? ഹോട്ടലിലോട്ടുള്ള മീനുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ലോങ് വീഡിയോ ചെയ്തിട്ട് കുറച്ചധികം നാളായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരു കാര്യം കൂടി പറയാനുണ്ട്, പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് വരാനായിട്ടുള്ള വേറൊരു കാരണം കൂടി. അതെന്തായാലും ഞാൻ വഴിയെ പറയാം, നിങ്ങൾക്കൊരു ക്ലൂ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കും എന്തായാലും നേരത്തെ. അപ്പോൾ നമ്മുടെ കടയിൽ പതിവ് പോലെ മീനും കാര്യങ്ങളൊക്കെ, ചെമ്മീനും കാളാഞ്ചി എല്ലാ ഐറ്റംസും ഉണ്ട്. അത്യാവശ്യത്തിനുള്ള മീനൊക്കെ ഉണ്ട്. കൂടുതലായിട്ട് മീനൊന്നുമില്ല, എന്നാലും അത്യാവശ്യക്കാർക്ക് കൊടുക്കാനുള്ള മീനൊക്കെ ഇന്നും ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉണ്ണിച്ചേട്ടനാണ് ഈ മീൻ കൊണ്ടുവന്നിരിക്കുന്നത്. മീനുണ്ട്, ചെമ്മീനുണ്ട്, ഞണ്ടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം അതേ തൂക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ പല ആൾക്കാരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ തന്നെ പല ആൾക്കാരും ഇതേപോലെ മീനും ചെമ്മീനും ഞണ്ടൊക്കെ കൊണ്ടുവരും. നമ്മൾ തൂക്കിയെടുക്കും, അപ്പോൾ തന്നെ നമ്മൾ തട്ടിലോട്ട് വെക്കും. അപ്പോൾ ചിലപ്പോൾ ആൾക്കാർ അപ്പോൾ തന്നെ നോക്കി നിൽക്കുന്നുണ്ടാവും വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഇന്ന് നൊയമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആൾക്കാർ കുറവാണ് കേട്ടോ. ഇട ദിവസമാണല്ലോ, അപ്പോൾ ആൾക്കാർ കുറവായിരുന്നു. അപ്പോൾ അത്യാവശ്യം തട്ടി നാടൻ മീനൊക്കെ അത്യാവശ്യം ഉണ്ട്. ചെറുവക മീനും കരിമീനും വറ്റയും കാളാഞ്ചിയൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ആൾക്കാർ കുറവായിരുന്നു. എന്തൊക്കെയായാലും കാളാഞ്ചിക്ക് ഇപ്പോഴും ഡിമാൻഡാണ്. അതേ അപ്പോൾ നമ്മുടെ ജോഷി ബാബൻ ഒരു 2 കിലോ വരുന്ന ഒരു കാളാഞ്ചി ഒരാൾ വാങ്ങിച്ചിട്ട് അത് നന്നാക്കാനായിട്ട് നമ്മുടെ ചാക്കോച്ചേൻ്റെ അല്ലെങ്കിൽ സീതം ചേച്ചിയുടെ കയ്യിലോട്ട് കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു സീനാണ് നിങ്ങൾ ഈ പോയി കണ്ടത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്ന ഒരു ഐറ്റം, നമ്മുടെ കായലിൽ നിന്ന് കിട്ടുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന നാരഞ്ച് മീനാണ്. ചെറുതുണ്ട്, വലുതുണ്ട്, പല വലിപ്പത്തിലുള്ള ചെമ്മീൻ നമ്മൾ പല വിലയ്ക്കാണ്ട് വിൽക്കുന്നത്. അതായത് 200 രൂപയുടെ ചെറിയ ഇളനാരൻ മുതൽ ഏറ്റവും വലുതിൽ 400 രൂപ അല്ലെങ്കിൽ 350 രൂപയ്ക്കാണ് നമ്മൾ വിൽക്കാറുള്ളത്. അപ്പോൾ 400 രൂപ എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഒരു 50 എണ്ണം അല്ലെങ്കിൽ 60 എണ്ണം വരെ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് 10,000 രൂപ കൊടുക്കാൻ പോയിട്ടുണ്ട്. അതായത് ഇന്ന് മാർച്ച് 24-ാം തീയതി, അതായത് അടുത്ത ഏപ്രിൽ, അതായത് അടുത്ത മാസം ഏപ്രിൽ 30-ാം തീയതി വരെക്കുള്ളിൽ അതിനുള്ളിൽ 10 കിലോ മേൽപ്പോട്ടുള്ള കാളാഞ്ചിയെ പിടിച്ചിട്ട് വരുന്ന ഒരാൾക്ക്, അതിൽ ഏറ്റവും വലിയ കാളാഞ്ചിയെ പിടിച്ചിട്ട് വരുന്ന ആൾക്ക് 10,000 രൂപ നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കാൻ പോകേണ്ട. അപ്പോൾ അടുത്ത മാസം 30-ാം തീയതി വരെ സമയമുണ്ട്. അതിനുള്ളിൽ ഒരു ഏറ്റവും വലിയ കാളാഞ്ചിയെ പിടിച്ചിട്ട് വരുന്ന ആൾക്ക് 10,000 രൂപ കൊടുക്കാൻ പോകണം. കേട്ടില്ല? അപ്പോൾ നമ്മൾ ഈ വർഷവും നമ്മളൊരു കാളാഞ്ചിയെ പിടിക്കൽ മത്സരം നടത്തിയാണ്. കഴിഞ്ഞ വർഷം നടത്തിയിട്ടുണ്ടായിരുന്നത് ചൂണ്ടിടിയിൽ മത്സരമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലയിട്ടും പിടിക്കാം, ചൂണ്ടയിട്ടും പിടിക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയ കാളാഞ്ചിയെ പിടിച്ചിട്ട് വരുന്ന അവസാന തീയതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏപ്രിൽ 30-ാം തീയതി. അതായത് ഏകദേശം ഒരു മാസത്തിൽ കൂടുതൽ ഇനിയും സമയമുണ്ട്. നിങ്ങൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഏറ്റവും കുറഞ്ഞത് 10 കിലോയെങ്കിലും കാളാഞ്ചിക്ക് തൂക്കൊണ്ടായിരിക്കും. പിന്നെ ഇതൊരു മത്സരമായതുകൊണ്ട് തന്നെ മസ്റ്റായിട്ട് നിങ്ങളൊരു വീഡിയോ എടുത്തിട്ടുണ്ടാവും. ചൂണ്ടയിൽ പിടിക്കുന്നതാണെങ്കിൽ ചൂണ്ടയിൽ നിന്ന് പിടിച്ച് കരക്ക് കയറ്റുന്ന വീഡിയോ, അല്ലെങ്കിൽ വലയിലാണെങ്കിൽ വലയിൽ നിന്ന് ഊരിയെടുക്കുന്ന വീഡിയോ. എന്നാൽ മാത്രമേ നമ്മൾ അതൊരു വാലിഡ് ആയിട്ടുള്ള എൻട്രി എന്ന് കണക്കാക്കത്തുള്ളൂ. പിന്നെ ഈ മീനെ പിടിച്ചിട്ട് വരുന്ന ഒരു കാര്യം കൊണ്ട് പേടിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ പിടിച്ചുകൊണ്ട് വരുന്ന മീനിന്റെ പൈസ വേറെ എന്തായാലും ഉറപ്പായിട്ടും തരും കേട്ടോ. ആ സമയത്ത് ഈ പ്രൈസ് മണി വേറെ സെപ്പറേറ്റ് ആയിട്ട് എല്ലാത്തിനും അവസാനം ഏപ്രിൽ 30-ാം തീയതി ശേഷം നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആൾക്ക് മാത്രം കൊടുക്കുന്നുള്ളൂ. പക്ഷേ മീൻ നിങ്ങൾ പിടിച്ചിട്ട് വരുമ്പോൾ അതിൻ്റെതായ വില, ഇപ്പോൾ കാളാഞ്ചിക്കാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കിലോയ്ക്ക് 600 രൂപയാണ് ചൂണ്ടക്കാളഞ്ചി അല്ലെങ്കിൽ വലയിൽ കിട്ടുന്ന കാളാഞ്ചിക്ക് വില ഇട്ട് കൊടുക്കുന്നത്. ആ ഒരു വില നിങ്ങൾക്ക് അപ്പോഴും ഇട്ട് തരും കേട്ടോ. മീൻ കൂടുതലാണെങ്കിൽ ചിലപ്പോൾ 560-580 ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മൾ കിലോയ്ക്ക് 600 രൂപയ്ക്കാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ, ഈ ചൂണ്ടക്കാർക്കും വലക്കാർക്കും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ മീൻ പിടിക്കാനായിട്ട് താല്പര്യമുള്ള അല്ലെങ്കിൽ മീൻ പിടിക്കാനായിട്ട് നന്നായിട്ട് അറിയാവുന്ന നിങ്ങൾക്ക് വിശ്വാസമുള്ള അവർക്കൊക്കെ ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവരോട് കാര്യം പറയാം. ഇങ്ങനെ ഒരു മത്സരം നമ്മുടെ ടോമി സുഷബിൽ നടക്കുന്നുണ്ട്, കൃഷ്ണൻകോട്ടയിൽ ടോമി സുഷബിൽ നടക്കുന്നുണ്ടെന്ന് അവരോടൊക്കെ പറയാട്ടാ. ഇതിന് മുൻപ് നമ്മളൊരു പ്രാവശ്യം മത്സരം വെച്ചിട്ടുള്ളതാണ്. അതിൽ എനിക്ക് തോന്നുന്നത് ചൂണ്ടക്കാർക്കാണ് കിട്ടിയത്. ചൂണ്ടക്കാർക്ക് കിട്ടിയിട്ട് ഏകദേശം ഒരു 8 കിലോത്തിൻ്റെ കാളാഞ്ചിക്ക് എന്തോണം അന്ന് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ നമ്മളുടെ മത്സരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഏറ്റവും വലിയ കാളാഞ്ചിനെ പിടിച്ചിട്ടുണ്ടായിരുന്ന വേറെ ആളുണ്ട. മത്സരം വെച്ചൊക്കെയാണ് 10,000 രൂപ. കാളാഞ്ചി ഏറ്റവും വലിയ കാളാഞ്ചിനെ പിടിച്ചിട്ട് വരുന്ന ആൾക്ക് 10,000 രൂപ പോണ്ട. ഇത് ചെറുതാണ്, ഇത് 8 കിലോ ഉള്ളൂ. 10 കിലോ മിനിമം വേണം. 10 കിലോ ചൂണ്ടിട്ടാ വലയിട്ടാ എങ്ങനെ വേണമെങ്കിലും പിടിച്ചിട്ടുണ്ടോ? പെടക്നൈസ് കൊണ്ടുവരോ? അടുത്ത മാസം 30-ാം തീയതി വരെ ഇതുള്ളൂ കേട്ടാ. എന്തിട്ടാണ് നോക്കണത്?
അത് ഇനി നോക്കിയിട്ടില്ല ആ മുള്ളുള്ളോട്ടാ കണ്ണില്. വായൊക്കെ ഇട്ടേക്കണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂണ്ടക്കാർക്ക് മാത്രമായിരുന്നു. ഇപ്രാവശ്യം എങ്ങനെ വേണമെങ്കിലും പിടിക്കുക, പക്ഷേ ചെറിയൊരു വീഡിയോ വലിയിട്ടോ ചൂണ്ടിട്ടോ എങ്ങനെ വേണമെങ്കിലും പിടിക്കുക. അപ്പോൾ അതിനെ കൊണ്ടുവരുന്നൊരു വീഡിയോ നമുക്കൊന്ന് സെറ്റാക്കി തരാൻ വേണം. അപ്പോൾ അടുത്ത മാസം 30-ാം തീയതി കഴിഞ്ഞിട്ട് നമ്മൾ വിജയികളെ തിരഞ്ഞെടുക്കും. വിജയികളെ തിരഞ്ഞെടുക്കാനായിട്ട് വലിയ പരിപാടിയൊന്നുമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ കാളാഞ്ചി ആര് കൊണ്ടുവന്നോ ആളാണ് വിജയി. ആൾക്ക് 10,000 രൂപ നമ്മൾ ഗിഫ്റ്റായിട്ട് അടുത്ത മാസം 30-ാം തീയതി കഴിഞ്ഞിട്ട് ഒരു വീക്കിൽ ആ വീക്കിൽ തന്നെ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. ആർക്കാണ് 10,000 രൂപ കൊടുക്കണമെന്നുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അറിയാവുന്ന പരമാവധി ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തോ. മീൻ പിടിക്കാനായിട്ട് താല്പര്യമുള്ള എല്ലാവർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. എല്ലാവർക്കും ഒരു പ്രോത്സാഹനമാട്ടെ ഇപ്പോൾ അല്ലേ? അപ്പോൾ തകർക്കാം. അപ്പോൾ അതെ ജോസ്പി ചേട്ടൻ കൂരി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഉണക്കച്ചിമ്മീൻ്റെ പരിപാടി, അതായത് ഇന്ത്യ ഒട്ടാകെ ഉണക്കച്ചിമ്മീൻ അയച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു പരിപാടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് ഒന്ന് അറിയിക്കണം. എന്തായാലും നമ്മൾ പരമാവധി ഈ മാസം അവസാനത്തോടു കൂടി തന്നെ അത് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ മഡ് ക്രാബ്സിൻ്റെ വില ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3,000 രൂപ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കുറഞ്ഞിട്ട് 2,600 രൂപ എന്ന വിലയിലേക്ക് എത്തിയേക്ക് കേട്ടോ. കുറഞ്ഞിട്ട് 400 രൂപയോളം ഏകദേശം കുറവ് വന്നിട്ടുണ്ട്. കുറയാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ചൂട് തന്നെയാണ്. കുറഞ്ഞ മൃഗങ്ങൾ ചത്തു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അധികം വൈകാതെ തന്നെ വില കൂടാനായിട്ടും ചാൻസ് ഉണ്ട്. പിന്നെ അത് നമ്മുടെ ചാക്കുചൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു കാളാഞ്ചാണ്, ഏകദേശം ഒരു 8 കിലോ തൂക്കുള്ള ഒരു കാളാഞ്ചാണ്. അപ്പോൾ ഇതിനെ പിടിച്ചിട്ട് നമ്മുടെ കടയിലേക്ക് കൊണ്ടുവരുന്നതും ത്രാസിലേക്ക് വെക്കുന്നതും അവർക്ക് എത്ര വില കിട്ടി എന്നുള്ള വീഡിയോ ഒക്കെ ഞാനൊരു ഷോർട്ടിൻ്റെ രൂപത്തിലാക്കിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നാളെ തന്നെ അത് അപ്ലോഡ് ചെയ്യും നമ്മുടെ ചാനലിൽ. പരമാവധി എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു കാളാഞ്ചി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മലപ്പുറത്തെ ഒരു ടീമിനാണ് ഉണ്ടാക്കി കൊടുത്തേക്കുന്നത്. ഏകദേശം ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 8 കിലോ ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു ഇതിനേക്കാളും കുറച്ചുകൂടി ചെറിയൊരു കാളാഞ്ചി ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും അവർക്ക് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്തത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു ബ്രോഡ്കാസ്റ്റ് ചാനലുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ മീനെ കിട്ടിയതൊക്കെ നമ്മൾ അതിലിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇന്ന മീനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇന്ന വിലയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടയിൽ ലൈവായിട്ട് മീനൊക്കെ എന്തൊക്കെയുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റോട്ടെ. അത് കഴിഞ്ഞ് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് മീനാണെന്നുണ്ടെങ്കിലും നമുക്കത് സേവ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി സേവ് ചെയ്ത് വെക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തിരക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് ഐസ് ചെയ്ത് വെക്കാനായിട്ടുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പരമാവധി എല്ലാവരും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ജോയിൻ ചെയ്യുക. പിന്നെ എന്തായാലും ഈ കാളാഞ്ചി മുഴുവനായിട്ട് വെട്ടി നുറുക്കുന്ന വീഡിയോ ഞാൻ എന്തായാലും കാണിക്കുന്നില്ല. കാരണം ഇതിൻ്റെ കാളാഞ്ചിയുടെ തന്നെ പല പ്രാവശ്യം വീഡിയോ കട്ട് ചെയ്യുന്നത് കാണിച്ചിട്ടുള്ളതാണ് നമ്മൾ. അപ്പോൾ എന്തായാലും കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ ഉണ്ടായിരുന്ന സപ്പോർട്ട് നിങ്ങളിൽ നിന്ന് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളെ ടോമി സുഷപ്പിൻ്റെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാവരോടും വലിയൊരു താങ്ക്സ് പറയണം നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യണ്ട. അപ്പോൾ താങ്ക് യു സോ മച്ച്.